അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ സ്പീക്കർ എൻ ഷംസീറും ഇപ്പോൾ ഈ 6 വരി പാതയിലൂടെ ഡബിൾ ഡെക്കർ ബസ്സിൽ സഞ്ചരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാന സർക്കാരും മന്ത്രി എന്നതിലെല്ലാം ഉപരി നാടിൻ്റെ ഒരു വികസനം യാഥാർത്ഥ്യമാകുന്നതിൽ ഒരു സന്തോഷം, വലിയ സന്തോഷമുണ്ട്. ഇതിലെ പ്രധാന പ്രശ്നം അതാണ്. ജനങ്ങൾക്കിത് വലിയ ഉപകാരമാണ്. ഇതിപ്പോൾ ഈ പ്രദേശത്ത് മാത്രമല്ല, ഹോൾ കേരള ജനങ്ങൾക്ക് വലിയ ഉപകാരമാണ്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വടകര എത്താൻ 10-26 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ 1.5 മണിക്കൂർ എടുക്കും. അത്രയ്ക്ക് ഗതാഗതക്കുരുക്കാണ്. ഇനി 15 മിനിറ്റ് വേണ്ട, 15 മിനിറ്റ് കൊണ്ട് എത്തുകയാണ്. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമല്ലേ. യാത്രക്കാർ, ജനങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വികസനം, എല്ലാ മേഖലകളിലും വികസനത്തിന് കാരണമാവും. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കേണ്ട ഒരു വിഷയമാണ്. ആ നിലയിലാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇതിലെല്ലാം ഉപരി ഇതിനെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ വികസനത്തിനെല്ലാം അപ്പുറത്ത് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലെല്ലാം പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. അതെ, ഇന്നിപ്പോൾ ഉദ്ഘാടന പരിപാടിയിൽ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും BJPയുടെ ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ പ്രസംഗം നടത്തുന്നത് പോലെയാണ് നടത്തിയിട്ടുള്ളത്. ഇത്ര സീറ്റിൽ ജയിപ്പിക്കണം, ഇത്ര സീറ്റിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ പരിപാടിയിലെ സ്വാഗത അധ്യക്ഷ പ്രസംഗം. അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനും പല നിലയിലുള്ള അവകാശവാദം വരുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളറിയില്ല. ജനങ്ങൾ വിഡ്ഢികളല്ലല്ലോ. ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണിത് ജീവൻ വെച്ചതെന്നും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ഇതിന് ഫണ്ട് ചെലവഴിക്കാൻ തീരുമാനിച്ചൊക്കെ എല്ലാവർക്കും അറിയില്ലേ. നേരത്തെ UDF കേരളം ഭരിക്കുമ്പോൾ 2014 കാലഘട്ടത്തിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണമില്ലായ്മ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് കാരണമായി. അന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രി. പക്ഷേ സംസ്ഥാനത്ത് ഭരണം മാറി, LDF സർക്കാർ വന്നു. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ഉടനെ തന്നെ ഇതിൽ ചർച്ച നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം കാരണം ഇനി കൂടുതൽ പണം തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലപാട് കേന്ദ്രം ആവർത്തിച്ചു. പിന്നെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ് ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 1-2 കോടിയല്ല, 5600 കോടി. പിന്നെ നടന്ന സംഭവങ്ങൾ നിങ്ങളൊക്കെ കാണുന്നതാണ്. ദേശീയപാത അതോറിറ്റിയും ഞങ്ങൾ ചേർന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫോളോ അപ്പും മറ്റുമൊക്കെ നടത്തി. അപ്പോൾ നമുക്ക് കൃത്യമായി പണ്ട് A=B, C=D എന്നൊക്കെ പറഞ്ഞ് കണക്കിൽ ഇത് പഠിക്കുന്നത് പോലെ 2014 ഉപേക്ഷിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്ത് UDF, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഇത് പിന്നീട് യാഥാർത്ഥ്യമാകുമ്പോൾ കേന്ദ്രത്തിൽ അതേ ഗവൺമെൻറ്റാണ്, കേരളത്തിൽ LDF സർക്കാർ വന്നു. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. LDF സർക്കാർ അങ്ങനെ ഒരു തീരുമാനം അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാവുമോ? ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. പദ്ധതി ഉണ്ടാവില്ല. LDF സർക്കാരിൻ്റെ ആ തീരുമാനമാണ് ഈ പദ്ധതിക്ക് ജീവൻ വെച്ചത്. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും അറിയുന്ന, പക്ഷേ അത് പറഞ്ഞ് ആകെ മുന്നോട്ട് പോകാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു വികസനം ഇവിടെ യാഥാർത്ഥ്യമായി. ആ വികസനം യാഥാർത്ഥ്യമായത് എല്ലാവരും ടീം വർക്കിൻ്റെ വിജയമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തിരിച്ച് ക്യാമ്പയിൻ വരുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. ഇതിൽ 2 പാർലമെൻറ്റ് മണ്ഡലം, ഒന്ന് വടകര പാർലമെൻറ്റും മറ്റേ കണ്ണൂർ പാർലമെൻറ്റിലും 2 MPമാരുടെ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു കാര്യമായ MPമാർക്ക് ഇതിലെന്താ റോള്? ഇപ്പോൾ ഇതിൽ റോള് സംസ്ഥാന സർക്കാരിൻ്റെ റോളുണ്ട്. MP ഫണ്ടല്ല ഇതിൽ ചെലവഴിക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ യോഗങ്ങൾ, മറ്റു യോഗങ്ങളൊക്കെ നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. അപ്പോൾ ഇതിൽ MPമാർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ ഓരോരുത്തർക്ക് അപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്കും അവകാശപ്പെടാം. അപ്പം പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ഇതേ UDF MPമാരായിരുന്നല്ലോ. അപ്പോൾ അവരുടെ റോൾ എന്താണെന്ന് അപ്പോൾ വ്യക്തമല്ലേ. ഇത് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ MPമാർ UDF ആയിരുന്നു, ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, കണ്ണൂരും വടകരയും. അപ്പോൾ അന്ന് ഉപേക്ഷിക്കപ്പെട്ടു. സംസ്ഥാന സർക്കാർ വന്ന് ഫണ്ട് ചെലവഴിച്ചു, 5600 കോടി രൂപ ചെലവഴിച്ചു. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമായി. ഈ ഘട്ടത്തിലൊന്നും തന്നെ MPമാർ ഇതിനു വേണ്ടി യാതൊരുവിധ കാര്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അല്ല, എന്താ ഉപേക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് സംസ്ഥാനം ഭരിച്ച UDF സർക്കാർ ഒന്നും ചെയ്തില്ല. അന്ന് സംസ്ഥാനത്തെ MPമാർ, UDF MPമാർ അതിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതൊരു വസ്തുതയല്ലേ, ഒരു യാഥാർത്ഥ്യമല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ മറച്ചു വെക്കാൻ പറ്റുമോ? അന്നിപ്പോൾ LDF ഗവൺമെൻറ് ഇന്നെടുത്തതുപോലെ അന്നൊരു തീരുമാനം UDF ഗവൺമെൻറ് എടുത്തുകൂടായിരുന്നു. എന്നാൽ പദ്ധതി ഒന്ന് ഉപേക്ഷിക്കപ്പെടുമോ? LDF ഗവൺമെൻറ് പണം ചെലവഴിക്കാൻ എടുത്ത തീരുമാനം പോലെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനം അന്ന് UDF ഗവൺമെൻറ് എടുക്കാൻ പറ്റിയില്ല. നിരവധി തവണ ദേശീയപാത അതോറിറ്റി അന്നത്തെ സംസ്ഥാന സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിനോട് നിസ്സഹകരണ സമീപനം സ്വീകരിച്ചു.
ദേശീയപാത അതോറിറ്റി എഴുതിയ കത്തൊക്കെ വെച്ച് നമ്മളൊരു ചർച്ച മുമ്പ് നടത്തിയല്ലേ, ഒരു ചർച്ച നിയമസഭയിൽ നടന്ന. LDF ഗവൺമെൻറ് വന്നു. LDF പ്രകടന പത്രികയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു NH 66 മുടങ്ങിക്കിടന്നത് യാഥാർത്ഥ്യമാക്കും. അന്ന് പലരും പരിഹസിച്ചു, പലരും ആ പ്രകടന പത്രിക പൊക്കിപ്പിടിച്ച് കളിയാക്കി പ്രസംഗിച്ചു. എന്നാൽ എന്ത് പ്രതിസന്ധിയുള്ള വിഷയങ്ങളിലും വികസനത്തിൻ്റെ കാര്യത്തിൽ നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെ തട്ടിമാറ്റി നടപ്പിലാക്കും. അതാണ് LDF സർക്കാർ എന്ന് തെളിയിച്ചു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അല്ല, അത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജനങ്ങളുടെ മനസ്സിൽ ഫ്ലെക്സ് ബോർഡ് വന്നതുപോലെ, പോസ്റ്റർ പതിഞ്ഞതുപോലെ ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് LDF അല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു എന്നുള്ളത് ബോധ്യമാണ്. സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിച്ച മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കലിന് ഇടപെട്ടത്, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇടപെട്ടത്, ഇതിലൊക്കെ വലിയ അധ്വാനമുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചില ബോർഡൊക്കെ കണ്ടു, BJP സ്ഥാനാർത്ഥീൻ്റെ ബോർഡ് കണ്ടു. അത് ആളുകളുടെ മനസ്സിൽ ബോർഡ് വന്നു കഴിഞ്ഞു, പോസ്റ്റർ വന്നു കഴിഞ്ഞു. ഈ ബാനറുകൾ പതിച്ചാലും വികസന കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു പോസ്റ്റർ അത് ഇടതുപക്ഷത്തിൻ്റെ തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെതാണ്, ഇടതുപക്ഷത്തിൻ്റെ മാത്രമാണെന്നൊന്നും പറഞ്ഞു പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊരു മറുപ്രചരണം നടന്നുകൊണ്ട് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ, ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ നടത്തി ഞാനാണ് വിജയി എന്ന് പറയേണ്ട ഒരു വിഷയമല്ലത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്നിക്കേണ്ട വിഷയമാണ്. അവിടെ കൊണ്ടുപോയി ഈ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ രീതിയാണ്. ഇന്നത്തെ സ്വാഗത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന 2 പേരാണ്. BJP MP സ്വാഗതവും മുഖ്യമന്ത്രി, ഹരിയാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗവും. BJPയുടെ ഒരു പൊതുയോഗത്ത് പറയുന്നതല്ല പ്രസംഗിച്ച്. അങ്ങനെയാണോ ഇത്തരം പരിപാടികൾ ചെയ്യേണ്ടത്? ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഈ ചോദ്യത്തിന് ഇന്ന് വരെ ആരെങ്കിലും ഉത്തരം പറഞ്ഞു? LDF കേരളത്തിൽ ഭരണത്തിലെത്തിയില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാവുമായിരുന്നോ? ഉപേക്ഷിക്കപ്പെട്ടതല്ല. ഈ ചോദ്യത്തിന് ഇന്നൊരു ഉത്തരമില്ലല്ലോ. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷേ ഞങ്ങളിതിനൊന്നും ആ നിലയിലല്ല കാണുന്നത്. എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നാണ് കാണുന്നത്. ആ നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത്. കൃത്യമായ രീതിയിൽ വികസന കാര്യത്തിൽ രാഷ്ട്രീയപരമായ നിലപാടുകളൊന്നും തന്നെ ഇല്ല. അതിൽ കൃത്യമായ രീതിയിൽ വികസനം മാത്രമാണ് അജണ്ട. ഇത് കാര്യമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കുന്നത്. എന്തായാലും മാഹി ബൈപ്പാസിലൂടെയുള്ള ഈ യാത്ര ഒരു ചരിത്രപരമായ യാത്ര തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ ഗലിയാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.